മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ വനംവകുപ്പിന്റെ നടപടി വയനാട് ജില്ലാ കോടതി ശരിവെച്ചു. പ്രതികളായ ജോസുകുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരുടെ അപ്പീൽ തള്ളിയാണ് കോടതിയുടെ ഉത്തരവ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മുട്ടിൽ ഈട്ടിക്കൊള്ള കേസിലെ നിർണായക വിധിയാണ് വയനാട് ജില്ലാ കോടതിയുടേത്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ഈട്ടിത്തടികൾ സൗത്ത് വയനാട് DFO കണ്ടുകെട്ടിയിരുന്നു. 10 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 120 ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ പ്രതികളായ ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് വനം വകുപ്പിന്റെ നടപടി കോടതി ശരിവെച്ചത്. ജില്ലാ ജഡ്ജി വി മൃദുലയുടേതാണ് ഉത്തരവ്. ഈ വുഡ് പട്ടയം ലഭിച്ചതിന് ശേഷമോ അതിന് മുമ്പോ എന്നുള്ള തർക്കമാണ് ഇത് വന്നത്. പട്ടയം ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് റിസർവ് ചെയ്തു വെച്ച മരങ്ങളാണ് ഈ ആളുകൾ മുറിച്ച് കടത്തിയത്. അത് ഒരു നിയമത്തിനും അതിൻ്റെ ഒരു പരിരക്ഷ അവർക്ക് കിട്ടില്ല, ഒരു പരിപത്രത്തിൻ്റെ പരിരക്ഷയും കിട്ടില്ല, ഗവൺമെൻറ് ഓർഡറിൻ്റെ പരിരക്ഷ കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഈ വിഷയം കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വിധിയുടെ വിജയം. ഉപാധികളോടെ പട്ടയം ലഭിച്ച ഭൂമിയിലെ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ 2020 ഒക്ടോബറിലാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. 1960 ശേഷം നട്ടുവളർത്തിയതും സ്വയം കിളിർത്തതുമായ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാനായിരുന്നു വിവാദ ഉത്തരവിറങ്ങിയത്. ഉത്തരവിന്റെ മറവിൽ വ്യാപകമായി ഈട്ടിക്കൊള്ള നടന്നതോടെ 2021 ഫെബ്രുവരിയിൽ സർക്കാർ ഉത്തരവ് പിൻവലിച്ചു. ഇതിനകം 100 മുതൽ 250 വർഷം പഴക്കമുള്ള ഈട്ടിമരങ്ങൾക്ക് കോടാലി പതിച്ചു. വനം വകുപ്പ് 41 കേസുകൾ ചുമത്തിയിരുന്നു. വനം, പോലീസ്, റവന്യൂ വകുപ്പുകൾ 120-ലധികം കേസുകൾ എടുത്തു. പല കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടി തുടരുന്നുമുണ്ട്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദാണ് കേസിൽ ഹാജരായത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.